Hi students, now we will discuss a problem relating to preparation of final accounts with adjustments. Final accounts adjustment ഉള്ള ഒരു പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. From the following trial balance of Gupta and Sons, prepare trading and profit and loss account for the year ended December 31st, 2018 and a balance sheet as on that date. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസംബർ 31st 2018 ഒരു ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ട്രയൽ ബാലൻസിൽ ഓരോ ഐറ്റം എവിടെ റെക്കോർഡ് ചെയ്യണമെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ക്യാപിറ്റൽ നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ അല്ലെ, ലയബിലിറ്റി സൈഡാണ് ക്യാപിറ്റൽ എഴുതുക. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതും. സെയിൽസ് റിട്ടേൺ എന്താ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് സെയിൽസ് നിന്ന് മൈനസ് ചെയ്യും. ദെൻ പർച്ചേസസ് 5 lakh നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതും. പർച്ചേസ് റിട്ടേൺ നമ്മൾ പർച്ചേസസ് ലെസ് ചെയ്യും. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 4 lakh ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ എഴുതും. പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakhും ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിലാണ് എഴുതുക. ഫർണിച്ചർ അതെ. വേജസ് 50,000 എന്ന് പറഞ്ഞാൽ വേജസ് അത് കൂലി, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് നമ്മൾ എഴുതുന്ന ഐറ്റം ആണ് വേജസ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നതും ട്രേഡിംഗ് അക്കൗണ്ടിലത്തെ ഒരു ഐറ്റം ആണ്, ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതും ഡെബിറ്റ് സൈഡ് എഴുതും 10,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവിഷൻ മാറ്റി വെച്ചു അല്ലെ, നമ്മുടെ എന്താ പറയാ ഡെപ്റ്റേഴ്സിന് പ്രൊവിഷൻ മാറ്റി വെച്ചു. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊവിഷൻ മാറ്റി വെച്ചു. ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളത്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. അത് ഞാൻ ഒന്നിച്ച് പറഞ്ഞുതരാം. അതായത് അത് നമുക്ക് ഒരു സൈഡ് മാത്രമേ നമ്മൾ എഴുതൂ. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമാണ് ഇത് കാണിക്കുക. അതെങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞുതരാം ചെയ്യുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് 5,000 എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് ഡെബിറ്റ് ചെയ്യുക. കാർട്ടേജ് എന്ന് പറയുന്ന 5,000 നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഈ 5,000 എഴുതേണ്ടത്. സാലറീസ് 40,000 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. ലോൺ 2,60,000 എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതുന്ന ഒരു ഐറ്റം ആണ് ലോണ്. ഡെപ്റ്റേഴ്സ് 1,50,000 നമ്മുടെ ഡെപ്റ്റേഴ്സ്. സോ അത് നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിലാണ് എഴുതുക. ക്രെഡിറ്റേഴ്സ് 70,000 ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എഴുതുക. കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിലാണ് എഴുതുക. റെന്റ് 8,000. അപ്പൊ ഇത് ക്രെഡിറ്റിലാണ് കിടക്കുന്നത്. റെന്റ് 8,000 എന്ന് പറഞ്ഞിട്ട് ഏത് കുളത്തിലാണ്? ക്രെഡിറ്റ് സൈഡ് കിടക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? റെന്റ് കിട്ടി എന്നാണ് അർത്ഥം. സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതുന്നതായിട്ടാണ് റെന്റ്. ബിൽസ് റിസീവബിൾ 40,000. ബിൽസ് റിസീവബിൾ 40,000 എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടാൻ എന്താണ്? അസറ്റ് ആണ്. സോ അത് കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നതാണ് ബാലൻസ് ഷീറ്റിൽ. അടുത്തത് ആക്സെപ്റ്റൻസ് പറഞ്ഞാൽ ബിൽസ് പേയബിൾ 10,000. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് എഴുതുക? ഈ ബിൽസ് പേയബിൾ. ആക്സെപ്റ്റൻസ് ബിൽസ് പേയബിൾ ആണ് 10,000. അത് നമ്മൾ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് എഴുതും. ജനറൽ എക്സ്പെൻസ് 20,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. റെന്റ് ആൻഡ് റേറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ്സ് 50,000. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിലാണ് കാണിക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് 50,000 എന്ന് പറഞ്ഞാൽ അത് കറണ്ട് അസറ്റ് ആണ്. അപ്പൊ അത് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ 10,000 എന്താ? ലയബിലിറ്റി ആണ് അല്ലെ. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്തു. സോ അത് 10,000 ലയബിലിറ്റി ആണ്, കറണ്ട് ലയബിലിറ്റി. ഡിസ്കൗണ്ട് 4,500 കൊടുത്തു എന്നർത്ഥം. ഡിസ്കൗണ്ട് കൊടുത്തു. സോ അതൊരു എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ബാഡ് ഡെപ്റ്റ് 5,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻകം ആണ് 5,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും
ഒരു എക്സ്പെൻസ് ആണ്. അത് ബാങ്ക് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തല്ലോ ബാങ്കിൽ നിന്ന്, അതിന്റെ ഇൻട്രസ്റ്റ്. സോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇനി ഗുഡ് വിൽ 60,000 തന്നിട്ടുണ്ട്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ ഫിക്സഡ് അസറ്റ് കഴിഞ്ഞാൽ എഴുതുന്നതാണ് ഈ പറയുന്ന ഗുഡ് വിൽ. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻ, അഡ്ജസ്റ്റ്മെന്റ്. ഫസ്റ്റ് തന്നിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഈ 1 lakh ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. 1 lakh അത് നമ്മൾ എവിടെ എഴുതും? രണ്ട് സൈഡ് ശ്രദ്ധിക്കാനുള്ളത്, ഈ പറയുന്ന 6 അഡ്ജസ്റ്റ്മെന്റിൽ വരുന്ന ഐറ്റംസ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്ലസ് ബാലൻസ് ഷീറ്റിൽ എഴുതാനുള്ളതാണ്. ഒന്നുകിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അതല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ഐറ്റം ഇൻവെന്ററി ആണ്. ഇൻവെന്ററി പറഞ്ഞാൽ സ്റ്റോക്ക് എന്നാണ് അർത്ഥം. 31st ഡിസംബർ 2018 റുപ്പീസ് 1 lakh, 1 ലക്ഷമാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് എഴുതും, ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിന്റെ അണ്ടറിലാണ് എഴുതുക ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അറ്റ് റേറ്റ് ഓഫ് 5%, ഫർണിച്ചർ 10%, പ്ലാന്റ് ആൻഡ് മെഷീനറി 5,000. അപ്പൊ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പാടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതിന്റെയൊക്കെ ഇതില് ഇതൊക്കെ നമ്മൾ എവിടെ എഴുതുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും വേണം, ബാലൻസ് ഷീറ്റിൽ കൺസേൺ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യും വേണം. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ എമൗണ്ട് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. കഴിഞ്ഞ വർഷത്തെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള എമൗണ്ടിന്റെ മുകളിൽ 5% കാണുക ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ അതേ എമൗണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യും. ഫർണിച്ചർ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് ആണ്, എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇതേപോലെ കാണുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചറിൽ നിന്ന് മൈനസ് ചെയ്യും. പ്ലാന്റ് ആൻഡ് മെഷീനറി അതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിന് മൈനസ് ചെയ്യുക, ലെസ് ഡിപ്രീസിയേഷൻ. അടുത്ത പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ 5% തന്നിട്ടുണ്ട്. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് രണ്ട് സ്ഥലത്ത് വരും. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും, ബാലൻസ് ഷീറ്റിൽ നമ്മൾ എവിടുന്ന് മൈനസ് ചെയ്യണം? നമ്മുടെ ഡെപ്റ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്യണം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അത് 5% അതിന്റെ മുകളിൽ കാണുക, ഡെപ്റ്റേഴ്സിന്റെ മുകളിൽ. വേജസ് ആർ ഔട്ട്സ്റ്റാൻഡിംഗ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 4,000. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 4,000 ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താ ചെയ്യേണ്ടത്? ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് 4,000 എഴുതും. അതേപോലെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റിയിലാണ് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് കൊടുക്കാനുണ്ട് പറയുമ്പോൾ ലയബിലിറ്റിയാണ്, ലയബിലിറ്റിയിൽ ഈ 4,000 നമ്മൾ എഴുതണം. സാലറീസ് എന്ന് പറയുന്നത് 3,000 ആണെന്ന് പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഇതേപോലെ തന്നെ ലയബിലിറ്റിയിൽ കാണിക്കുക 3,000. റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ് അൺപെയ്ഡ് ടു ദ പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1/4 ഓഫ് ദ എമൗണ്ട് പെയ്ഡ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റെന്റ്, റേറ്റ് ആൻഡ് ടാക്സിന്റെ 1/4 ഭാഗം എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ആ റെന്റ്, റേറ്റ് ആൻഡ് ടാക്സിന്റെ മൈനസ് ചെയ്യണം ഈ എമൗണ്ട്. പിന്നെ നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഈ എമൗണ്ട് കാണിക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,000 എന്ന് പറഞ്ഞു, നമുക്ക് കിട്ടാനുണ്ട്. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്യുക ഇതേ ഐറ്റത്തിന്റെ കൂടെ. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കുക. കിട്ടാനുള്ള ഒരു ഇൻകം ആണ്. അടുത്ത റെന്റ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 2,000 ഹാസ് ബീൻ പെയ്ഡ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ റെന്റ് റിസീവ്ഡ് പറഞ്ഞിട്ടൊരു ഇൻകം ഉണ്ടായിരുന്നു. ആ ഇൻകത്തിൽ 2,000 നമുക്ക് എന്താണ്? അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇൻകം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇൻകം അല്ല അല്ലെ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ ഇൻകം അല്ലല്ലോ. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 2,000 ഈ 2,000 നമുക്ക് അതിലുള്ള എമൗണ്ട് കുറയ്ക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റെന്റ് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. എന്താണ്? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ? സോ അത് ലയബിലിറ്റിയിൽ നമ്മൾ കാണിക്കും വേണം. നമുക്ക് ആ പ്രോബ്ലത്തിൽ എങ്ങനെ ചെയ്തെന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം എന്തെഴുതും? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2018. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കൊടുക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടാവും, അത് എഴുതണം. നമുക്ക് 2 എമൗണ്ട് കോളം കൊടുക്കുകയാണ് നല്ലത്, കാരണം ഒരു ഇന്നർ കോളം ഇരിക്കണം വൃത്തി കിട്ടാൻ, ക്ലീൻ ആവാൻ, കാൽക്കുലേഷൻസിനൊക്കെ വേണ്ടിയിട്ട്.
രണ്ട് സൈഡും രണ്ട് എമൗണ്ടുകളും കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിലാണ് എഴുതുക. പിന്നെ നമുക്ക് എന്ത് എഴുതണം? പർച്ചേസിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇന്നർ കോളം വന്നിട്ടുള്ളത്. പർച്ചേസ് 5 lakh ആയിരുന്നു, അതിന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തു, നെറ്റ് പർച്ചേസ്. അത് നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതി. പിന്നെ വേജസ് ആണ്. വേജസ് 50,000 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡ് ചെയ്യണം അല്ലേ? അത് കൊടുക്കാനുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വേജസ് ഇനിയും കൊടുക്കാനുണ്ട്. സോ 54,000 ആണ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 10,000 എഴുതി. അതേപോലെ കാർട്ടേജ് 5,000 ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡ് വന്നിട്ടുള്ളത് സെയിൽസ് ആണ്. സെയിൽസ് 10,000 ആയിരുന്നു. സെയിൽസ് റിട്ടേൺ 25,000 നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 9,75,000 കിട്ടും. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതണം. 1 lakh അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 4,61,000 കിട്ടും. ഇത് നമ്മൾ എന്ത് പറയും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. ഈ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ അടുത്ത വർഷത്തേക്ക്, അടുത്ത അക്കൗണ്ടിലേക്ക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 4,61,000. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡ് എന്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്? ക്യാരേജ് ഔട്ട്വേർഡ്. ക്യാരേജ് ഔട്ട്വേർഡ് എത്രയായിരുന്നു? 5,000 നമ്മൾ കൊടുക്കാനുള്ളതാണ്. കൊടുക്കാനുള്ളത് മീൻസ് കാരേജ് ഔട്ട്വേർഡ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്. പിന്നെ സാലറീസിന്റെ കൂടെ അഡ്ജസ്റ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ സാലറീസിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡ് അത് കാണിക്കണം. അതേപോലെ തന്നെ ജനറൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അത് അതുപോലെ എഴുതാം. റെന്റ് റേറ്റ്സ് 10,000 ആണ്. അതിന് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത വർഷത്തെ എമൗണ്ട് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വർഷത്തെ എമൗണ്ട് ആണ് എഴുതേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ അടുത്ത വർഷത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പോൾ 2,500 ലെസ് ചെയ്യാം. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 4,500, അത് അതുപോലെ എഴുതാം. ബാഡ് ഡെപ്റ്റ്, അതാണ് ഒന്ന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ എഴുതാം, 5,000. പിന്നെ അതിൽ ഈ വർഷം പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുണ്ടാവും, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 7,500 ആഡ് ചെയ്യാം. ഈ കിട്ടുന്ന എമൗണ്ടിൽ ലെസ് ഓൾഡ് പ്രൊവിഷൻ, അതായത് പഴയ പ്രൊവിഷൻ ഉണ്ടാവും. പഴയ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ലെസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ബാഡ് ഡെപ്റ്റ് എഴുതുക, അതേപോലെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ആഡ് ചെയ്യുക, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ലെസ് ചെയ്യുക. വെറും പ്രൊവിഷൻ അല്ല, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. എന്താണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്? നമ്മൾ പ്രതീക്ഷിക്കാന് ഈ വർഷം ഇത്രയും പേരെടുത്തുനിന്ന് എന്ത് കിട്ടാൻ സാധ്യതയില്ല, നമ്മുടെ ഡെപ്റ്റ് കളക്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു എമൗണ്ട് പോയി എന്ന് ഉറപ്പിക്കുകയല്ല, എന്നാലും ഏകദേശം നമുക്കത് കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള പൈസയാണ്. സോ അത് നമ്മളൊരു ഏകദേശം ഒരു അസംഷൻ, ഇത്ര വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊവിഷൻ മാറ്റി വെക്കുകയാണ് ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട്. സോ അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്ന പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നിട്ടുണ്ടാവും. സോ നമ്മളത് ആദ്യം എഴുതുക ഇന്നർ കോളത്തിൽ. എന്നിട്ട് അതേപോലെ തന്നെ ട്രയൽ ബാലൻസിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ടാവും, അത് ആഡ് ചെയ്യുക. പിന്നെ അഡ്ജസ്റ്റ്മെന്റിലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യുക. അതായത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പുതിയത്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിലത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയതായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള പ്രൊവിഷനാണ്. സോ ന്യൂ പ്രൊവിഷൻ എന്നാണ് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അറിയപ്പെടുന്നത്. സോ ന്യൂ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്തു, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്തു, ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് 5,500 കിട്ടി. ഇനി അതേപോലെ ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000 ഡെബിറ്റ് ചെയ്യാം മെഷീനറിയുടെ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ട്, എമൗണ്ട് 500. പിന്നെ ബാക്കി ഡിപ്രീസിയേഷൻ ഒക്കെ കണ്ടുപിടിക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് 20,000 വന്നു. പെർസെൻറ്റേജ് കാണുക, കൺസേൺ അസറ്റിന്റെ മുകളിൽ പെർസെൻറ്റേജ് കാണുക. അതേപോലെ ഫർണിച്ചർ 10,000 കിട്ടി. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ ഇട്ടതാണ് 30,000. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡ് വരുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ നമ്മൾ ആൾറെഡി പറഞ്ഞു, 4,61,000. പിന്നെ റെന്റ് കിട്ടി എന്ന് പറഞ്ഞു 8,000. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ വർഷം നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ വർഷത്തെ കണക്കിൽ അത് വരാൻ പാടില്ല ശരിക്കും.
അപ്പോൾ അത് അടുത്ത വർഷത്തെ കണക്കിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റ് ഇൻഫർമേഷൻ ആവില്ല. നമ്മുടെ ഇൻകം അപ്പോൾ ശരിയല്ല, പ്രോഫിറ്റിൽ അപ്പോൾ ഇത് പ്രോഫിറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ ഈ വർഷം 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ശരിക്കും 2 ലക്ഷം ഇല്ല, അത് അടുത്ത കൊല്ലത്തെ വരുമാനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അടുത്ത വർഷത്തെ എക്സ്പെൻസും അടുത്ത വർഷത്തെ ഇൻകംസും ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാൻ പാടില്ല. സോ റെന്റ് ഇന്നർ കോളത്തിൽ എഴുതുക, ലെസ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് 2000 നമുക്ക് കിട്ടിയിട്ടുണ്ട് റെന്റ്. സോ അത് നമ്മൾ ലെസ് ചെയ്തു. 6000 ഔട്ടർ കോളത്തിൽ എഴുതി. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇതേപോലെ നമ്മൾ കിട്ടിയിട്ടുള്ള ഒരു ഇൻകം ആണത്, ഇൻവെസ്റ്റ്മെന്റിലെ ഇൻട്രസ്റ്റ്. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് പറഞ്ഞാൽ എന്താ, കിട്ടാനുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത്രയും ആയിട്ടാണ് വരിക. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 3,07,500 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നാണ് അറിയപ്പെടുക. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക. നമ്മൾ കൊടുക്കാനുള്ളതാണ്, ഇത് പറയുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് അവരുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റാണ്. നമുക്കറിയാം, ഇനി എളുപ്പമാണ്. ബാലൻസ് ഷീറ്റിൽ ആദ്യം അസറ്റ് സൈഡ് നോക്കാം. ഫിക്സഡ് അസറ്റ് അധികം അങ്ങനെ എഴുതുന്നുണ്ട്, അത് ഏത് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റിൽ വരുന്ന ഐറ്റംസ് ഗുഡ് വില്ല് എഴുതി. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അടുത്ത അസറ്റ് എടുക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഫർണിച്ചർ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒരു എമൗണ്ട് ഉണ്ട്, അതവിടെ എഴുതാൻ വിട്ടുപോയിരിക്കണം, ശ്രദ്ധിക്കണം. ഇൻവെസ്റ്റ്മെന്റ് ഒരു എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അത് എഴുതിയിട്ടില്ല, അത് എഴുതണം. ആഡ് ചെയ്താൽ ടോട്ടൽ കറക്റ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് എഴുതാൻ വിട്ടുപോയത് 50,000 ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് എഴുതണം. ശ്രദ്ധിക്കുക, 50,000 ഇൻവെസ്റ്റ്മെന്റ് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. കറണ്ട് അസറ്റ് എടുക്കുക. പിന്നെ കറണ്ട് അസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ്. ഡെപ്റ്റേഴ്സിന് ശ്രദ്ധിക്കുക, ഒരൊറ്റ ഐറ്റമേ നമുക്ക് ലെസ് ചെയ്യാനുള്ളൂ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ, ന്യൂ പ്രൊവിഷൻ എന്ന് പറയാം. അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് മാത്രം നമ്മൾ മൈനസ് ചെയ്യുക ബാലൻസ് ഷീറ്റിൽ. 1,42,500 വന്നു. പിന്നെ ബിൽസ് റിസീവബിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, കിട്ടാനുള്ളതായതുകൊണ്ട് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. പ്രീപെയ്ഡ് റെന്റ് ആൻഡ് റേറ്റ്സ്, അത് നമ്മൾ ലാസ്റ്റ് എഴുതിയാലും മതി. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കതൊരു ബാധ്യതയാണ്, ഒരു ഇൻകം നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചാൽ അത് നമുക്ക് റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് 1,000. സോ അതും ഒരു എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോറി, ഇതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക്. പ്രീപെയ്ഡ് റെന്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് അസറ്റ് ആണ്, സോറി ലയബിലിറ്റി അല്ല. നമ്മൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിലാണ് കേട്ടോ ലയബിലിറ്റി. പ്രീപെയ്ഡ് റെന്റ് പറഞ്ഞാൽ അസറ്റ് ആണ്, സോറി അസറ്റ് ആണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. നമ്മൾ അസറ്റ് സൈഡ് ആണല്ലോ പറയുന്നത്, കിട്ടാനുള്ളതാണ്. സോ അത് നമ്മൾ അസറ്റ് സൈഡ് എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഈ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. സോ ഒരു അസറ്റ് കിട്ടാനുള്ളതാണ്, സോ അത് നമ്മൾ അസറ്റ് സൈഡ് എഴുതി. ഓക്കെ, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക, ലയബിലിറ്റി അല്ല, അസറ്റ് ആണ്. അത് ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാലും അസറ്റ് ആണ്. ഇനി അടുത്ത സൈഡ് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡ് നമ്മൾ ക്യാപിറ്റൽ ആദ്യം ഇന്നർ കോളത്തിൽ എഴുതുക. എന്നിട്ട് ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. പിന്നെ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം, ഡ്രോയിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ അതൊന്നും തന്നിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അപ്പോൾ തനിയെ ചെയ്യണം. ഇനി ലോങ് ടേം ലയബിലിറ്റീസ് ആണ് അടുത്തത്. ലോങ് ടേം ലയബിലിറ്റീസിൽ വരുന്നത് ലോൺ ആണ്. പിന്നെ കറണ്ട് ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, ഒരു ലയബിലിറ്റി ആണ് അല്ലേ, വേജസ് കൊടുക്കാനുണ്ട്. സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, അതും ലയബിലിറ്റിയാണ്, സാലറീസ് കൊടുക്കാനുണ്ട്. റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് നമുക്ക് റെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ അതും എന്താണ്, ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ചെയ്യുക 11,66,000. പക്ഷെ അതിലൊരു എമൗണ്ട് 50,000 അസറ്റ് സൈഡ് വിട്ടുപോയിട്ടുണ്ട്, അതുകൂടി നോക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലായല്ലോ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ എഴുതണം, ലയബിലിറ്റിയിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിലൊക്കെ, ഇൻകം അല്ല, നമ്മളൊരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അത് അസറ്റ് ആണ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിലാണ് അത് ഒരു ലയബിലിറ്റി ആയിട്ട് മാറുക.
അപ്പോൾ ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഒരു ഒറ്റ പ്രോബ്ലം ആണ് പറഞ്ഞത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതിലെല്ലാതും നമ്മൾ എഴുതണം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാ ഐറ്റം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അഡ്ജസ്റ്റ്മെന്റിൽ വന്ന ഐറ്റം രണ്ട് സൈഡ് പോസ്റ്റ് ചെയ്യാനുണ്ട്, ഒന്ന് ബാലൻസ് ഷീറ്റിലും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്.